ഇതെന്താ സംഭവം? ഇതിപ്പോ ട്രെൻഡിങ് വീഡിയോ ചെയ്യാനുള്ള സാമഗ്രികളാണ്. അത് ഗ്ലാസ്, സ്പൂണ്, മഞ്ഞപ്പൊടി. ഇത് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക, എന്നിട്ട് ഗ്ലാസ് ഇവിടെ വെക്കുക, എല്ലാം നമ്മൾ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് സ്പൂണ് മഞ്ഞപ്പൊടി എടുക്കുക, എന്നിട്ട് മെല്ലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മ്യൂസിക് ഇല്ലേ, ആ മ്യൂസിക് വിട്ടെടുക്കുക. അടിപൊളി ആയിട്ടുണ്ടല്ലോണ്ട് അത് കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലായി സ്റ്റോറി ഇട്ട് കൊടുക്കുക. അത്ര മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു സെറ്റ് വരുന്നത് ഇതിപ്പോ 100 റുപ്യന്റെ സെറ്റാണ് വരുന്നത്. ഇത് പിന്നെ വലിയ സെറ്റാ, 200 റുപ്യന്റെ. ഇതാകുന്നുണ്ട്. ഇത് 100 റുപ്യ. ഇത് ആ മ്യൂസിക് ഇടണം കേട്ടോ. മ്യൂസിക് ഫേസ്ബുക്കിൽ ഇടണേ. നല്ല ലൈക്കും ഷെയറൊക്കെ വിട്ടിട്ടോ. ആ മ്യൂസിയം ഇടാൻ മറക്കരുത് കേട്ടോ. മുളകും പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊരു 500 മഞ്ഞപ്പൊടി, ഒരു 500 മുളകും പൊടി. അതല്ലാതെ നമ്മൾ ട്രെൻഡിങ് ചെയ്യണ്ടല്ലോ, വീഡിയോ ചെയ്യണല്ലോ നമ്മള്. ഫേസ്ബുക്കിൽ കാണില്ല, അതിനുള്ള ഇതാ സാധനം. കുട്ടികൾ കുറെ ദിവസമായി പറയുന്നു. എന്നാ ഒന്നും കയറി ഇത് 100 വരെ. 100 മതി. കുഴപ്പമില്ലല്ലോ പരിപാടി. ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്. സാധനം വന്നല്ലേ ഞാൻ കൊണ്ടുവരണോ? അല്ല, അത് അതിനല്ലാതെ ട്രെൻഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം കൊടുക്കാനുള്ള സാധനമാണ്. ഇതിപ്പോ ഗ്ലാസും വെള്ളമൊക്കെ എന്തിനാ? സാമ്പിൾസ് ഒക്കെ കൊടുക്കുക, സാമ്പിൾ കാണിച്ചെടുക്കാൻ വേണ്ടിട്ട്. വെറുതെ ആളെ ഫിപ്പാക്ക. എന്താ അവിടെ എന്താ സ്ഥിതി? തീർന്നോ? അല്ല മുന്നേറ്റം ആയിക്കോട്ടെ. എന്താ സ്ഥിതി? കഴിഞ്ഞോ? ഇത് മഞ്ഞപ്പൊടി തീർന്നു, ഗ്ലാസും തീർന്നു. ആണോ? ഈ ട്രെൻഡ് നേരത്തെ ഇറങ്ങി നമ്മള് കഴിച്ചില്ലേ? നാളെ ചെയ്യാൻ വേറെ എന്തെങ്കിലും ട്രെൻഡ് വീഡിയോ കിട്ടി. നാളേക്ക് നമുക്ക് ഒരു മഷീന്റെ ഇറങ്ങി അത് നോക്കാം. കില്ലറിന്റെ ഇവിടെ തന്നെ ആയിക്കോട്ടെ. വേറെ ക്ലാസ് എത്ര ക്ലാസ്സിൽ കേസ് നിന്നോട്ടെ. ഒരു 3 മഞ്ഞപ്പൊടിയോ. ഇത് ഇനി ഓടോ? ഓടും. അത് നാളെ വാങ്ങിക്കൊണ്ട് കില്ലറിനെ ചെയ്യാൻ നമുക്ക്. ആയിക്കോട്ടെ. എന്നാ ശരി.